ഹായ്, ഇന്ന് നമ്മൾ 4 മണിക്ക് പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ സംഭവം നമ്മളൊന്ന് കുറച്ച് നേരത്തെ ഉച്ചയ്ക്ക് പോയപ്പോൾ ചക്കരക്കിഴങ്ങൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് പഴയൊരു കാലഘട്ടത്തിലേക്ക് ഓർമ്മ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ്, ഇന്ന് 4 മണി പലഹാരം നമ്മുടെ ഒരു പഴയ കാലഘട്ടം നമുക്ക് ഓർമ്മ കിട്ടണ വന്നു. എന്നുവെച്ചാൽ മഴയൊക്കെ പെയ്യുമ്പോൾ എൻ്റെ അമ്മ അരിയൊക്കെ വറുത്ത് പൊടിപ്പിച്ച് ഇങ്ങനെ നാളികേരമൊക്കെ ഇട്ടിട്ട് ശർക്കരയൊക്കെ ഇട്ട് നല്ല ഉണ്ടാക്കി തരും. അപ്പോൾ എന്നിട്ട് അതിൽ ചായയൊക്കെ കട്ടൻ ചായയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭയങ്കര രസമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കാലത്ത് കൃഷിക്ക് പ്രസവരക്ഷയ്ക്കുള്ള മരുന്ന് മേടിക്കാൻ ആയുർവേദത്തിലേക്ക് പോയപ്പോൾ ചക്കരക്കിഴങ്ങൊക്കെ മേടിച്ചിട്ടുണ്ട്. ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്. പക്ഷെ അത് ഇപ്പം ഉണ്ടാക്കണില്ല. അരി വറുത്ത് പൊടിച്ച് കഴിച്ചാലോ എന്നുള്ളൊരു പെട്ടെന്ന് തന്നെ ഒരു ഇത് വന്നപ്പോൾ കുറച്ച് അരി എടുത്തിട്ടൊന്ന് പൊടിപ്പിക്കാനുള്ള പരിപാടി, വറുത്തിട്ട് ഒന്ന് സെറ്റാക്കണം. ഇത് സംഭവം ഒരുപാട് നാട്ടിലേക്ക് ഇങ്ങനെ വറുത്ത് പൊടിപ്പിച്ച് കഴിക്കും. അരി വറുത്ത് പൊടിപ്പിക്കാൻ തന്നെയാണ് ഒരുവിധം എല്ലാവരും പറയാന്നുള്ളത് വിചാരിക്കുന്നത്. ശരിക്കും പിന്നെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചെന്താ വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ ഈ അരി വറുത്ത് പൊടിപ്പിക്കുന്ന സാധനം തന്നെയാണ് ഈ അവലോസ് ഉണ്ടാന്ന് വിചാരിച്ചു. ശരിക്കും അവലോസ് ഉണ്ടക്ക് അതിൻ്റെ കൂട്ട് വ്യത്യാസമുണ്ട് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പിന്നീട് മനസ്സിലായെങ്കിലും കൂടിയിട്ട് ഇപ്പോഴും അവലോസ് ഉണ്ട ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വീട്ടിൽ. പിന്നെ ഈ അവലോസ് ഉണ്ടയുടെ പൊടി തന്നെയാണോ ഈ പൂരം വറക്കണ പൊടി എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ കണക്റ്റാണ്. ശരിക്കും കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ എന്ന് പറഞ്ഞ പോലെ. പലഹാരത്തിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തീയമോളാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അരി വറുത്ത് പൊടിപ്പിച്ചൊക്കെ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മഴക്കാലത്തൊരു വൈബാന്നൊക്കെ പറയില്ല നമ്മൾ, ആ ഒരു സംഭവം. ഇപ്പോൾ വറുത്ത് കഴിഞ്ഞിട്ട് വേണം, ഏകദേശം വറവ് ആയി തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തത് കണ്ട ഇത്ര ആയിട്ടുള്ളൂ. ഗ്ലാസ് കൂടി നമ്മളിപ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചൊക്കെ അങ്ങനെയൊക്കെ എടുത്തിട്ട് അവരിങ്ങളൊക്കെ അങ്ങനെ ഒരു ഇതൊക്കെ ആക്കിയിട്ടാണ് വെക്കുന്നത്. നമ്മുടെ ഇതിനനുസരിച്ച് ടൈമിനനുസരിച്ച്, ടൈമില്ലെങ്കിൽ നമ്മൾ വേഗം കൂട്ടി വയ്ക്കും. ടൈമുണ്ടെങ്കിൽ ഇതേപോലെ, സമയം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചില്ല. അപ്പോൾ നിങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ ഇതേപോലെ ഇപ്പോൾ വറുത്ത് പൊടിച്ച് കഴിക്കണ്ട. നിങ്ങളിതുപോലെ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഇന്നത്തെ 4 മണി പലഹാരം എന്താ, അതൊക്കെ കമന്റ് അടിക്കിട്ട. പിന്നെ നല്ല കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വിളിക്കും, ഞങ്ങളങ്ങോട്ട് വരാം. നല്ല അടിപൊളി കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയും, ഞങ്ങളൊക്കെ അവിടെ എത്തും. പിന്നെ അതുവരെ നമ്മൾ തട്ടി കൂട്ടിയിട്ടുള്ള പലഹാരങ്ങളാണ് അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഉഴുന്ന് മേടിച്ചിട്ട് വെള്ളത്തിലിടും കേട്ടാ. നാളേക്ക് നമ്മൾ ദോശ നമ്മൾ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നോക്കണത്. നോക്കട്ടാ എങ്ങനെ അതിന്റെ പരിപാടി നോക്കിട്ട് എല്ലാരും കമ്മൽ അടിച്ച പോലെ. അതെ, ഇതെന്താ നാളികേരം കിടക്കുന്നുണ്ടോ? നാളികേരം കിടക്കുന്നുണ്ട്. നമ്മളേ ഇതാണ് നമ്മുടെ തെങ്ങ്. മുകളിലേക്ക് കാണിച്ചു കൊടുക്ക്. കാണാണ്ടോ, നമുക്ക് 2 തെങ്ങുണ്ട് നമ്മുടെ വളപ്പിൽ കേട്ടോ. നമ്മുടെ സ്ഥലത്ത് 2 തെങ്ങുണ്ട്. അതിലെ 2 നാളികേരം ഇവിടെ കിടക്കണൊക്കെ ഇവിടെ കൊറേ നാളികേരുണ്ട് കേട്ടോ. അവിടെ നോട്ടാ, അവിടെ നോട്ടെ. പിന്നെ നാളികേരം പൊളിക്കാം. നാളികേരൊക്കെ വേണേ, എന്നാലും അതിന് രുചി ഉണ്ടാവുള്ളൂ അത്ര. പിന്നെ അളകാണ്ട് എടുക്കണം കേട്ടാ.
ഭയങ്കര ചകിരി ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചകിരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളികേരം ഉണ്ടാവില്ല. അതായത് ഇങ്ങനെ ചകിരി ഉണ്ടായാൽ നാളികേരം കുറയും. കണ്ട കണ്ട ചെറിയ നാളികേരം കണ്ട കണ്ടോ? ചകിരി കൂടുമ്പോഴേ തേങ്ങയും ചെറുതാവും. ചകിരി ചെറുതാണെങ്കിലോ തേങ്ങ വലുതാവും. അങ്ങനെ പറയാനൊന്നും പറ്റില്ല, ഭാഗ്യം പോലെ. ഓക്കെ, ഇതിന്റെ വെള്ളം വേണം നമുക്ക്. അപ്പൊ തേങ്ങയൊക്കെ ചെറും മുടിച്ചിട്ടാ വെള്ളമൊക്കെ കുറവട്ടോ. പിന്നെ വെള്ളം കുറവട്ടോ. എന്നിട്ടാ ഞാൻ കുടിക്കാൻ പോണു. നല്ല മധുരം ഉണ്ട് കേട്ടോ. നോക്കി കിടതിരി. ആ കുടിച്ചോ. പിന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ, ഞാൻ കുടിച്ചപ്പോഴും നല്ല മധുരം ഉണ്ട്. വേണ്ട പൊന്ന, ഇപ്പം അതൊന്നും കൊടുക്കണ്ട കേട്ടാ. ഇളനീര് കൊടുക്കാൻ പോകും. ഇത് നാളികേരത്തിൻ്റെ അല്ലേ. നമുക്ക് നാളികേരം ചറിയാലോ. അപ്പോൾ നമ്മൾ നാളികേരം ചേർക്കാൻ പോകണം കേട്ടോ. വിളിക്കുന്നത് പണ്ട് കല്യാണത്തിനൊക്കെ ഞങ്ങള് കൃഷിയിടത്താണ്. പണ്ട് കല്യാണത്തിനൊക്കെ ഞങ്ങള് ചേട്ടന്മാരും ചക്കന്മാരും കൂടി ഞങ്ങളങ്ങനെ ഇരിക്കും വട്ടളഞ്ഞിട്ട്. എന്നിട്ട് നാളികേരം ചിരകലുണ്ട്. ഒരു കടപ്പുറപ്പുറപ്പുറേ ഞങ്ങളെല്ലാവരും ചിരകിയത്. മെഷീനൊന്നും ഇല്ലല്ലോ അന്നിപ്പോൾ. ഇപ്പൊക്കെ നാളികേരം വെച്ചു കൊടുത്താൽ വീണതല്ലേ. നമ്മുടെയൊക്കെ എൻ്റെ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ മെഷീൻ ഇല്ല. പിന്നെ കിട്ട് 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 കിട്ടുന്ന മത്സരമാണ്. എത്ര മുറി കൈ പൊളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതായത് ഈ ചിരവില്ലേ, നമ്മുടെ ചിരവ് പോലെ അല്ലല്ലോ, ഒത്തിരി മൂർച്ചയുണ്ടാവും കല്യാണത്തിനാകുമ്പോഴേ. അല്ലെങ്കിൽ മൂർച്ച ആക്കും. ഏറ്റവും ഈ വെപ്പുകാരണം കൊണ്ട് ഒരു ചിരവാണ്. ആളുടെ ചിരവ് നമുക്ക് കിട്ടില്ല, അത് ആള് മാത്രം ചെയ്യണത്. നമുക്ക് കൂടുതൽ കിട്ടുക നമ്മൾ കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മുടെ അയൽവക്കങ്ങളിലെ എല്ലാ വീടുകളിലും പോയിട്ട് ഈ ചിരവെടുക്കും. എല്ലാ വീട്ടിലും അതുപോലെ തന്നെ നാളികേരം അരക്കലും. ചേച്ചിമാരൊക്കെ പോയിട്ട് മേമ വല്യമ്മ അങ്ങനെയുള്ളവർ ആരാണോ ആ കല്യാണ വീട്ടിൽ ആരാണോ അവരെല്ലാവരും പോവും. ഓരോ അമ്മയിലേക്കും പോവും. അതൊരു രസമാണ്. ഇല്ല പറ്റാ അറിയോ? കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഇല്ല. കല്യാണത്തിന് ഇത്ര മിനിറ്റില് ഇത്ര മണിക്കൂറിൽ ഞങ്ങൾ ഇത്ര അടിച്ചിടും. ഇങ്ങനെ പിള്ളേർ കൂടിയിട്ട് അല്ലത്. ഓക്കെ, നാളികേരം ഉണ്ട് കേട്ടാ. അന്ന് അടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കും. നമ്മൾ ചായ വെക്കണം കേട്ടോ. കട്ടൻ ചായ ഇവിടെ റെഡി ആകുമ്പോഴേക്കും നമ്മൾ അരിമണി വറുത്തത് പൊടിച്ചു കൊണ്ടുവരും കേട്ടോ. വേറെ വീട്ടിലേക്ക് പോയിട്ട് വേണം പൊടിക്കാൻ കേട്ടോ. നമ്മുടെ വീട്ടിൽ അതിനുള്ള സെറ്റപ്പ് ഇല്ല. മിക്സി ഉണ്ട്, പക്ഷെ പൊടിപ്പിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. ഓക്കെ, അപ്പോഴേക്ക് ഇത് പൊടിപ്പിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ അരി വറുത്തത് പൊടിച്ചത്. ജാറത്തിൽ കേട്ടോ, വേറെ പാത്രത്തിലേക്ക് നാക്കില്ല. കാരണം എന്താ പറയുക, എല്ലാ പാത്രം നമ്മൾ തന്നെ കഴിക്കുന്നു. ഇത് നാളികേരം ചെറിയത്, ഇത് കട്ടൻ ചായ, ഇത് പഞ്ചസാര. അപ്പോൾ നമ്മളിത് നേരെ ഇതിലേക്ക് തട്ടുക ഒരു ബേസണിലേക്ക്. ഓക്കെ, ബേസണിലേക്ക് തട്ടുക, ഇതവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇവനത്തിൻ്റെ മുകളിലേക്ക് അലക്കുക, ഇതവിടെ മാറ്റി വയ്ക്കുക. നമ്മൾ ശർക്കര വേണമെങ്കിൽ ഇടാം. ഈ ശർക്കരയാണ് അതിൻ്റെ ഒരു ഉത്തമം. പക്ഷെ നമ്മൾ ഇടാൻ പോകുന്നത് പഞ്ചസാരയാണ്. കാരണം
ശർക്കരക്കാളും ഇച്ചിരി കൂടി ടേസ്റ്റ് കിട്ടുക പഞ്ചസാരയാണ്. പക്ഷെ ശരീരത്തിന് പുറത്തെയും പഞ്ചസാര തന്നെയാണ്. അപ്പോൾ നമ്മളൊരു 4 സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ മധുരം ആവശ്യമുള്ളവർക്ക് പാകം പോലെ 1 സ്പൂൺ ഒന്ന്. പിന്നെ ഓക്കെ, ഇനി ഇതിനെങ്ങനെ മിക്സ് ചെയ്യാം. എനിക്ക് വെള്ളം വരുന്നുണ്ട് കേട്ടോ വായിൽ. കാരണം വെച്ചാൽ നമ്മൾ ഇത് ഒരുപാട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ ആ ഒരു ടേസ്റ്റ് ഉള്ളിൽ നിൽക്കുന്നത് തന്നെ. അതെയാ, നല്ല മണം അടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ സാമ്പിൾ നോക്കുക. ഞാൻ കയ്യിലിട്ടിട്ട് കുറച്ച് കഴിച്ചു കൊടുക്കും. പറയാല്ല പൊള്ളി, പറയാല്ലെന്നല്ല, ഇത് കഴിച്ചു തന്നെ പറയാനും പറ്റില്ല, ആകെ പൊട്ടിയല്ലേ. ഓക്കെ, 3 പ്ലേറ്റ് എടുത്തിട്ട് വാ. കമ്മണ പരിപാടി. ഇനി നമ്മൾ 3 പ്ലേറ്റിലേക്ക് ഇതിനെ സെർവ് ചെയ്യും. ഇനി സ്പൂൺ കുത്തുക, കഴിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പാകത്തിനാണ് എടുക്കണുള്ളൂ കേട്ടോ, കൂടുതലൊന്നും എടുക്കണില്ല. ചൂടുണ്ട. അന്തസ് കട്ടൻ ചായ, അരിപ്പൊടി വറുത്തത്, പൊളി സാധനം. ആദ്യം നമ്മുടെ വൈഫിന് കൊടുക്കണം. ദൃശ്യാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ട് അങ്ങോട്ട് തരുന്നു ക്യാമറയിലേക്ക്. ഇനി കിട്ടുക ആദ്യം പിടിച്ചോട്ടോ അവനോട്. ഇനി രണ്ടാമത്തെ വീക്ക് ഇതിൻ്റെ ഇടയിൽ എടുത്ത് കഴിച്ചതെന്ന് ഏത് ചായ വെച്ചെടുത്തോട്ട്. പിന്നെ ഇനി എനിക്ക് താങ്ക് യു. ഇത് പ്രേക്ഷകർക്ക് എടുക്കാം, പിന്നെ ആരാ ഇപ്പൊ വരികയാണെങ്കിൽ ഇപ്പൊ എടുക്കാം. കമ്പനി ഓഫർ. ആഹാ, ഇതിന്റെ ഒരു സുഖം. അപ്പൊ പോരാ ചാവടി. അപ്പോൾ ഇന്നത്തെ 4 മണി ചായപ്പലകാരമാണ്. അതായത് കട്ടൻ ചായയും പിന്നെ അരി വറുത്ത് പൊടിച്ചെടുത്തത്, പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാ ഗണ്ണ് സാധനം. ഇത് ഒരു സ്പെഷ്യൽ പലഹാരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ അമ്മ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ അവർക്കത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അതാണല്ലോ അങ്ങനെ ഞങ്ങളിങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി വരുന്നത്. ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വിചാരം ഇത് അരി വറുത്ത് പൊടിച്ചതാണ് ഈ ഔലോസ് പൊടി, ഔലോസ് ഉണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം ഇത് വറുത്ത് ഇങ്ങനെ പൊടിപ്പിച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ട ഉണ്ടാക്കി തരും. അപ്പോൾ ഉണ്ടയായിട്ട് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ വിചാരം ഔലോസ് ഉണ്ട എന്ന് പറഞ്ഞ സാധനം അതാണെന്ന്. ശരിക്കും അതല്ല, അതിൻ്റെ കൂട്ട് വേറെയാണെന്നുള്ളത് പിന്നീട് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സാധനം എല്ലാവരുടെയും നാട്ടിലേക്ക് ഉണ്ടാക്കണത് നമുക്കറിയാം. ഇനി ഇതിലും പല പല ചേരുവകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് വീണ്ടും നന്നാക്കാം എന്നുള്ളതും നമുക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഒരു അഭിപ്രായം അറിയിക്കുക. ഒരു 4 മണി ചായ പലഹാരം. ഓക്കെ, താങ്ക് യു.